ഇന്ന് ഒരു ട്രെയിനിങ് വീഡിയോ ആണ് കേട്ടോ. ഇവിടെ യു എയിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളിവിടുത്തെ ലൈസൻസ് അക്യൂർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വർഷാവർഷം അല്ലെങ്കിൽ 2 ഇയേഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് ഗ്യാപ്പിൽ ഓരോ ട്രെയിനിങ്ങിൻ്റെ റിക്വയർമെൻറ്റ്സ് മൂലം നമ്മൾ അത് റീ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ ലൈക്ക് ACLS, BLS, PHTLS. PHTLS ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും അല്ലേ? എനിക്കിവിടെ വന്നപ്പോഴും ആദ്യമായിട്ട് കേട്ടപ്പോൾ ഒരു അതിശയമൊക്കെ ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ദിസ് PHTLS? ACLS, PLS ഒക്കെ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ചെയ്തു വരും. ബിക്കോസ് സർട്ടിഫിക്കേഷന് മുന്നായിട്ട് അല്ലെങ്കിൽ ലൈസൻസ് നമ്മൾ അക്വയർ ചെയ്യുന്നതിന് മുന്നായിട്ട് അത് മാൻഡേറ്ററി ആയതുകൊണ്ട് നമ്മളൊരു ലൈസൻസ് ആയിട്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ പോകുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് കുറച്ച് ഡിമാൻഡ് ചെയ്യുന്ന കോഴ്സസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് കേട്ടോ ഈ PHTLS. PHTLS എന്ന് പറയുന്നത് പ്രീ ഹോസ്പിറ്റൽ ട്രോമ ലൈഫ് സപ്പോർട്ട്. ഞാനിവിടെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കോഴ്സാണ് കേട്ടോ PHTLS. PHTLSൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 4 ഇയേഴ്സ് ആണ് കേട്ടോ. നേരത്തെ പറഞ്ഞ ACLS, BLS ഒക്കെ 2 ഇയേഴ്സിൽ നമുക്ക് റിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അത് AHA സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്ടല്ലാണ് ACLS, BLS എടുക്കുന്നതെങ്കിൽ PHTLS നമ്മൾ NEMT കോഴ്സിൻ്റെ അക്രഡിറ്റേഷനുള്ള അവിടെ നിന്നായിരിക്കും കേട്ടോ നമ്മൾ കോഴ്സ് എടുക്കുന്നത്. ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 2 ഡേയ്സ് 9 to 5 കോഴ്സാണ് കേട്ടോ. നമുക്ക് ബോത്ത് തിയറി ആൻഡ് പ്രാക്ടിക്കൽ പ്രാക്ടീസ് സെക്ഷൻ ഉണ്ടായിരിക്കും. ഡീറ്റെയിൽഡായിട്ട് നമുക്കിതിൻ്റെ എല്ലാ ഓരോ മൊഡ്യൂൾസ് ചാപ്റ്റേഴ്സ് നമുക്ക് നല്ല ഡീറ്റെയിൽഡായിട്ട് നല്ല വെൽ എക്യുപ്ഡ് ട്രെയിനേഴ്സും അതുപോലെ തന്നെ നല്ല സപ്പോർട്ടിൽ നമുക്കെല്ലാം ക്ലിയർ ചെയ്ത് തരും. ഡൗട്ട് ചോദിക്കാൻ പറ്റും. ഫസ്റ്റ് തിയറി എക്സാം കഴിഞ്ഞാൽ സെക്കൻഡ് ഡേ നമുക്കൊരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പ്ലസ് ഒരു റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 50 ക്വസ്റ്റ്യൻസിൽ നമുക്കൊരു 38 ആൻസേഴ്സ് നമ്മൾ പാസ്സായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് വരും ദിവസങ്ങളിൽ കിട്ടും.